ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മീൻ മുറിക്കാണ്. നമുക്കിന്ന് ചൂടാണ് കിട്ടിയത്. അത് കാണുന്നുണ്ട്. പിന്നെ മീനിന് മുറിക്കിനോടത്ത് കാത്തിരിക്കുന്ന നമ്മുടെ രണ്ട് കൂട്ടുകാർ ഉണ്ട് കറി വെക്കാൻ. ഉപ്പേരിക്കിടാ മീൻസാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പാകങ്ങൾ ചെയ്യുകയാണ്. ഗോതമ്പത്തിൻ്റെ പുട്ട് ചൂടാൻ വേണ്ടി പോവുകയാണ്. രാജേക്കായിപ്പോൾ കുറച്ച് ഓട്സും കൂടെ ഇട്ടെടുക്കുകയാണ് ഗോതമ്പ് പുട്ടിലേക്ക്. ഓട്സും ഇട്ട് നമുക്ക് നനച്ച് ചുട്ട് വെക്കാം. പുട്ടും കുറത്തേക്ക് കുറച്ച് ഉലുവ ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഓട്സും ഗോതമ്പൊക്കെ കൂടി കുഴച്ച് പുട്ടത് ചൂടാൻ വെച്ചാണ്. അരിപ്പുട്ടുണ്ട്. അരിപ്പുട്ട് പറ്റാത്തവർക്കാണ് നമ്മൾ പിന്നെ ഈ ഗോതമ്പത്തിൻ്റെ പുട്ട് ചുടുന്നത്. ഉണ്ടാക്കി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ മമ്പയറും ചെറുപയറും ഈ ചൗച്ചവും കൂടെ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും ഒതുക്കിയിടും. ഇതെല്ലാം വെന്തിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തോനെ കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഇത് തോനെ വെക്കുന്നത്. അതിൽ ഉപ്പൊക്കെ ഇട്ട് ഒരു സ്പൂണും കൂടെ ഇട്ട് അടച്ച് വെക്കാം. സ്പൂൺ ഇട്ടാൽ പുറത്തേക്ക് വല്ലാതെ തെക്കില്ല. തോനെ വെള്ളം വരുന്നതാണ്. കുറേ വേവുണ്ടാവില്ലേ. അപ്പം അത് പുറത്തേക്ക് ഇങ്ങനെ വരും വെള്ളം. അതിനൊരു സ്പൂൺ അതിലിട്ട് കൊടുത്തു. 4 പച്ചമുളക് ഇട്ട് കുറച്ച് തേങ്ങയിട്ടൊന്ന് ഇട്ടാൽ മമ്പയറ് ചെറുപയറ് ചൗച്ചവ് ഒക്കെ റെഡിയായി. നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒതുക്കി എടുക്കുകയാണ്. ഇത് ഇവിടെ റെഡിയായി. താളിക്കണമൊന്നുമില്ല. എണ്ണയും വെളിച്ചെണ്ണയൊക്കെ ഒഴിവാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് താളിപ്പൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒക്കെ റെഡി ആയിക്കണം. ചൂട തേങ്ങ കരച്ച് റെഡിയാക്കി ഇതായി. ചോറായി. ഇനി ഉപ്പേരി പപ്പടം മീൻ പൊരിക്കാനൊക്കെ ഉണ്ട്. ഉപ്പേരി റെഡിയായി. മീൻ പൊരിച്ച് ചെമ്മീനുണ്ട്. പിന്നെ വേറെ മീനുകളും ഉണ്ട്. അത് വെച്ചിട്ട് ചെമ്മീനൊക്കെ ഇട്ടിട്ട് അതെല്ലാം റെഡിയായി. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.